ജെയ്സൺ, ഗുരുവായൂരാണ് ഇന്ന് വാർത്താ പ്രാധാന്യം അല്ലെ വാർത്തകളെല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? എത്ര മണിക്കാണ് വിവാഹം? ആരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു? എന്തൊക്കെയാണ് അവിടുത്തെ ഒരു ഇപ്പോഴത്തെ സ്ഥിതി? ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി ഇറങ്ങും. അതിനുശേഷം കാർ മാർഗമാണ് അദ്ദേഹം ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുക. ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം അല്പനേരം വിശ്രമിക്കും. 7:30 7:30ക്കും 8 മണിക്കുമിടയിൽ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ആ ദർശനത്തിൻ്റെ ഭാഗമായി നിരവധി വഴിപാടുകൾ അവിടെ സമർപ്പിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തുലാഭാര വഴിപാട്. താമര കൊണ്ടാണ് തുലാഭാരം നടത്തുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമായിട്ടില്ല. ഏതായാലും 7:30ക്കും 8നും ഇടയിൽ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി അദ്ദേഹം വീണ്ടും ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും. അതിനുശേഷം 8:45നും 9 മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം നടക്കുന്നത്. കിഴക്കേ നടയിലെ പ്രത്യേക വിവാഹ പന്തലുകളുണ്ട്. അതിൽ ഒന്നിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കും. അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നടൻ മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം ഉൾപ്പെടെയുള്ള വലിയ താരനിര തന്നെ വന്നിട്ടുണ്ട്. ഇവർക്ക് ഇരിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഇരിപ്പിടം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അവർ ഇരിക്കുകയും അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഈ കല്യാണ മണ്ഡപമുള്ളത്. ഈ കല്യാണ മണ്ഡപത്തിൽ വിവാഹം നടക്കും, താലികെട്ട് നടക്കും. വളരെ പരിമിതമായ രീതിയിലാണ് ആളുകളെ, സുരേഷ് ഗോപിയുടെ ബന്ധുക്കളെ ഉൾപ്പെടെ അവിടെ നിർത്തുക. ഇതിനുശേഷം അദ്ദേഹം ഏകദേശം 9:10 9:15 അദ്ദേഹം വലപ്പാട് ഹൈസ്കൂളിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന, അതായത് ഇവിടെ നിന്ന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. ഇവിടെ നിന്ന് ആദ്യം കാർ മാർഗമാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഹെലികോപ്റ്റർ മാർഗമാണ് പോകുന്നത്. വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് അദ്ദേഹം ഇറങ്ങുക. അതിനുശേഷം അവിടുന്ന് കാർ മാർഗം ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോകും. ആ ശ്രീരാമക്ഷേത്രത്തിൽ ഏകദേശം 1 മണിക്കൂറോളാണ് അദ്ദേഹം ഉണ്ടാകുന്നത്. മീനൂട്ട് എന്നത് ശ്രീരാമക്ഷേത്രത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടുകളിലൊന്നാണ്. മീനൂട്ട് വഴിപാട് ഉൾപ്പെടെ ഏതാനും വഴിപാടുകൾ അദ്ദേഹം അവിടെ നടത്തും. അതോടൊപ്പം തന്നെയാണ് ബ്രഹ്മസ്മഠത്തിലെ വിദ്യാർത്ഥികളുടെ വേദപാരായണം, അതുപോലെ തന്നെ ഭജന, രാമായണ പാരായണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവിടെ ഗുരുവായൂരിൽ നിന്ന് പ്രധാനമന്ത്രി പോകുന്നത് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ ഇപ്പോൾ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ അയോധ്യയിൽ 22-ാം തീയതി നിർവഹിക്കാനായി പോകുന്നതിന് തൊട്ട് മുൻപ് നരേന്ദ്രമോദി സന്ദർശിക്കുന്ന ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാറിലേത്. അവിടെയുള്ള വഴിപാടുകൾ ഏകദേശം 1 മണിക്കൂറോളം സമയം പ്രധാനമന്ത്രി അവിടെ ചെലവഴിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് ഒരു 10 മണി മുതൽ കൊച്ചിയിലേക്ക് തിരിക്കുന്നത് വരെ 10:50 വരെയെങ്കിലും പ്രധാനമന്ത്രി ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്, ജെയ്സൺ? സുജയ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അതിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ ശ്രീരാമക്ഷേത്ര ദർശനത്തിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രവും ശ്രീരാമസ്വാമി ക്ഷേത്രവും. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. ശ്രീരാമൻ്റെ പ്രതിഷ്ഠയുള്ള അപൂർവം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. ഈ 22-ാം തീയതി അയോധ്യയിൽ നടക്കുന്ന ചടങ്ങിന് മുന്നോടിയായി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തിലെ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട, രാഷ്ട്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ്. മറ്റൊന്ന്, പ്രധാനമന്ത്രി 3ാമത് തവണയാണ് ഗുരുവായൂരിലെത്തുന്നത്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 2ാം തവണ മുഖ്യമന്ത്രിയായാൽ അദ്ദേഹം ഗുരുവായൂരിൽ വന്ന് ദർശനം നടത്തിപ്പിക്കാം എന്ന് അന്ന് കോയമ്പത്തൂർ ആര്യവൈദ്യശാലയുടെ ഉടമയായ കൃഷ്ണകുമാർ ഒരു വഴിപാട് നേരുന്നു. അങ്ങനെയാണ് ആദ്യമായി നരേന്ദ്രമോദിയുടെ ഗുരുവായൂരിലേക്കുള്ള വരവിന് തുടക്കമാകുന്നത്. അദ്ദേഹവും ഈ കൃഷ്ണകുമാറും നരേന്ദ്രമോദിയും തമ്മിൽ വളരെ വ്യക്തിപരമായ സൗഹൃദമുണ്ട്. ആയുർവേദ ചികിത്സകൾ കോയമ്പത്തൂർ ആര്യവൈദ്യശാലയിലുമായി ബന്ധപ്പെട്ടാണ് നടത്തിയിരുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അന്ന് വലിയ, നമുക്കെല്ലാവർക്കും അറിയാം അന്നത്തെ ഗുജറാത്തിലെ അവസ്ഥ എന്താണെന്നറിയാം. വലിയ രീതിയിൽ വിവാദങ്ങൾ കത്തിപ്പടരുന്ന സമയത്ത് 2ാമത് മുഖ്യമന്ത്രിയാകുമോ എന്നൊരു സംശയം പോലും നിലനിൽക്കുന്ന സമയത്താണ് അന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കൃഷ്ണകുമാർ ഇങ്ങനെയൊരു വഴിപാട് നേരുന്നത്. ഗുരുവായൂരിൽ വന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന 2ാമത് മുഖ്യമന്ത്രിയായാൽ നരേന്ദ്രമോദിയെ ഗുരുവായൂരിൽ ദർശനത്തിന് എത്തിക്കുമെന്ന വഴിപാട് തരും. അങ്ങനെയാണ് ആദ്യമായിട്ട് പ്രധാനമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തും. അന്ന് അദ്ദേഹം പുലർച്ചെയാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ
അന്ന് ഏകദേശം ഒരു 6 മണിയോടുകൂടി വാർത്താ സമ്മേളനം അന്നത്തെ മാധ്യമപ്രവർത്തകരെ കാണാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അന്ന് വലിയ വിവാദങ്ങളോട് ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല. തികച്ചും എൻ്റെ വ്യക്തിപരമായ ഒരു ഇതാണ് എന്തൊക്കെ പറഞ്ഞത്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സന്ദർശനം എന്ന് പറയുന്നത് 2019 ഇതുപോലെ തന്നെ പ്രധാനമന്ത്രിയായി 2ാം തവണ പ്രധാനമന്ത്രിയായാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം എത്തിച്ചോളാമെന്ന് ഇതുപോലെ തന്നെയാണ് കോയമ്പത്തൂർ ആര്യവൈദ്യശാലയുടെ ഉടമയായ കൃഷ്ണകുമാർ അന്ന് വഴിപാട് നേരുന്നത്. അദ്ദേഹവുമായുള്ള സൗഹൃദം അത്ര ഉറ്റ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം 2019 അദ്ദേഹം ഗുരുവായൂർ ദർശനത്തിനെത്തുന്നത്. അങ്ങനെ അതിന്റെ ഒരു ചരിത്രം കൂടി വളരെ വിശദമായി തന്നെ ജെയ്സൺ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ജെയ്സൺ ചാമവളപ്പിൽ നിൽക്കുന്നത്. ഒപ്പം അർജുൻ കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളും പങ്കുവച്ചു. നരേന്ദ്രമോദി വലപ്പാട് ശ്രീകൃഷ്ണ ഗ്രൗണ്ട് വലപ്പാട്